ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പൽ ഓൺ ദ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ലണ്ടനിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ നമ്മുടെ റെന്റേ കാർ ഇന്ന് റിട്ടേൺ ചെയ്യാൻ പോവാണ്. അനുവിന്റെ കസിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. അവരെയും രാത്രി ഞങ്ങൾ 12 മണിക്ക് ബുദ്ധിമുട്ടിപ്പിച്ചു. ഈ പെട്ടി എടുക്കുന്നതിന്റെയും കാര്യങ്ങളുടെ ഒക്കെ ഒരു അല്പം തിരക്കായതുകൊണ്ട് നമുക്ക് രാവിലെ വീഡിയോസ് ഒന്നും ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജിനിയുടെ വീട്ടിലെ മറ്റു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ട്രിപ്പിൽ നമ്മൾ ഒത്തിരി പേരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. എന്നാണേലും അവരുടെ വീട്ടിലും പോയി. അവിടെയുണ്ട് 2 കുഞ്ഞു വാവകളുണ്ട്. പിള്ളേരുടെ കൂടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഫാമിലികളിൽ എല്ലാവരുടെ തന്നെ പോയി. 1-2 പേര് ഞങ്ങൾക്ക് മിസ്സായി പോയി. അത് നമ്മുടെ എൻ്റെ പപ്പാടെ ഒരു പെങ്ങടെ മോൻ ഇവിടെയുണ്ട്, വേറൊരു പെങ്ങടെ മകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരെ നമുക്ക് മിസ്സായിരുന്നു. ലണ്ടനിൽ ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരും പല സ്ഥലത്തായിട്ട് വിന്യസിച്ച് കിടക്കുകയാണ്. സോ എന്നാലും നമ്മൾ പറ്റുന്നത്ര ആളുകളെ പോയി കണ്ടു, സന്തോഷമായി, നമ്മുടെ സന്തോഷം പങ്കുവച്ചു. നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിപ്പെല്ലാം അവസാനിച്ച് തിരിച്ച് US-ലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് എത്താനായിട്ട് വെറും 9 മൈൽ മാത്രം ബാക്കി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പീഡ് ക്യാമറാസ് ഉണ്ട് എല്ലായിടത്തും. ഞാനിപ്പോൾ ആക്ച്വലി വന്നപ്പം ലണ്ടനിൽ ഓടിച്ചു, പാരീസിൽ ഓടിച്ചു, മറ്റേ ബെൽജിയം ഓടിച്ചു, നെതർലാൻഡ് ഓടിച്ചു, സ്വിറ്റ്സർലൻഡിൽ ഓടിച്ചില്ല. സോ ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാം. നമുക്കിപ്പോൾ ലണ്ടനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴത്തിന് ഇവർ സ്പീഡ് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ 70 മൈൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 70 മേളിൽ പോയി അപ്പോൾ പ്രശ്നം. പിന്നെ അത് കൂടാണ്ട് ഈ പറഞ്ഞ തന്നെ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ലിമിറ്റ് ക്യാമറാസ് ഉണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൺ ഉണ്ട്. ആ സോണിൽ നമ്മൾ സ്പീഡ് കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് ഒരു സോണിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെച്ച് അവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ എത്ര മൈൽ സ്പീഡിൽ പോയെന്ന് ആവറേജ് നോക്കിയിട്ട് അവർ അതിനുള്ള ടിക്കറ്റ് അയച്ചു തരും. പിന്നെ ലണ്ടനിലെ റോഡുകളിൽ ഇങ്ങനെ നമുക്ക് സൈഡിലായിട്ട് ട്രക്ക് സ്റ്റോപ്പുകൾ പോലെ കാണുന്നത് സർവീസ് പ്ലാസ എന്നാണ് പറയുന്നത്. പിന്നെ സർവീസ് പ്ലാസ നമ്മുടെ അവിടുത്തെ സർവീസ് അമേരിക്കയിലുള്ള ടോൾ സർവീസ് പ്ലാസ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ സർവീസുകളുണ്ട്. അതിന്റെ സൈഡിൽ നമുക്ക് ഈ ലെഫ്റ്റിലേക്കുള്ള എക്സിറ്റ് സർവീസിലേക്കുള്ള എക്സിറ്റ് ആണ്. അവിടെയാണ് ട്രക്ക് സ്റ്റോപ്പും കാര്യങ്ങളും. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ അടിക്കാനുള്ള സൗകര്യങ്ങളും എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കാണും. അപ്പോൾ ആ കാണുന്നത് നമ്മുടെ സർവീസ്, ഇവിടെ അതിന് സർവീസ് എന്ന് പറയുന്നുള്ളൂ. നമ്മളവിടെ ബേസിക്കലി നമ്മുടെ സർവീസ് പ്ലാസ പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ. അമേരിക്കനെ അപേക്ഷിച്ച് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലിരുന്നാണ് ഓടിക്കുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മാനുവൽ വണ്ടിയാണ് കിട്ടിയത്. നമുക്ക് പിന്നെ നാട്ടിൽ ഓടിച്ച് പഠിച്ചവർക്കൊന്നും വിഷയമില്ല കേട്ടോ. ആക്ച്വലി നല്ല വലിയ കുഴപ്പമില്ലാത്ത ഡ്രൈവാണ്. ഈ റോഡ് പ്രത്യേകിച്ച് മോട്ടോർവേസ് ഒക്കെ അത്യാവശ്യം അമേരിക്ക പോലെ തന്നെ അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളും ഉള്ളതാണ്. ഡിവൈഡഡ് ഹൈവേ ആണ്. പിന്നെ ഈ പറഞ്ഞ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് പോയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ 50 മൈൽ സ്പീഡ്. ഇത്ര നേരം നമ്മൾ 75 വന്നത്. ഇവിടെ 50. Waze എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ക്യാമറ ഉണ്ടെന്ന് വിളിച്ച് പറയാം. നമ്മളൊരു സ്പീഡ് ലിമിറ്റ് താഴെയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ എല്ലായിടത്തും ക്യാമറയുടെ പടം മുൻകൂട്ടി വെച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഒളിക്യാമറകളില്ല കേട്ടോ. ഈ വലതുവശത്ത് മുകളിൽ കാണുന്നത് ക്യാമറയുടെ പടമാണ്, പഴയ മോഡൽ ക്യാമറയുടെ പടം കേട്ടോ. അങ്ങനെ ക്യാമറയുടെ പടം വെച്ചിട്ടാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത്. അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് മുൻകൂട്ടി വാർണിംഗ് ഒക്കെ തരുന്നുണ്ട്. ഇതിപ്പം വേരിയബിൾ സോണാണ്, ഇത് ആവറേജ് സ്പീഡ് സോണാണ് ഇവിടുത്തെ. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആവറേജ് സ്പീഡ് സോൺ തീരുമ്പം അവിടെയും ഒരു ക്യാമറ നമ്മുടെ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടം വരെ വന്ന ടൈമിങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര മൈലിൽ പോകുന്നു എന്ന് കണക്ക് കൂട്ടും. അപ്പോൾ നമ്മൾ ആ ക്യാമറ ഉള്ളപ്പോൾ പതുക്കെ പോയിട്ട് അടുത്ത ക്യാമറ ഒരു പതുക്കെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവരിവിടുന്ന് ആ വണ്ടി അവിടെ എത്താൻ, ഈ സെയിം നമ്പർ പ്ലേറ്റ് വണ്ടി അവിടെ എത്താൻ എത്ര മിനിറ്റ് എടുത്തു അത്ര മിനിറ്റ് കണക്കൂട്ടുമ്പോൾ അവർക്ക് സ്പീഡ് കിട്ടും. ആ സ്പീഡ് വെച്ച് അവർ ടിക്കറ്റ് തരും. സോ ലണ്ടനിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പാരീസിലും ഇതുപോലെ തന്നെ, ഫ്രാൻസിൽ ഇതേ സെറ്റപ്പാണ്. ഫ്രാൻസിൽ ഇച്ചിരിയുടെ വേഴ്സാണ്. കാരണം ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 100, പെട്ടെന്ന് 80, പിന്നെ ഒറ്റയടിക്ക് 50, പിന്നെ വീണ്ടും 100, അങ്ങനെ പെട്ടെന്ന് അവർ സ്പീഡ് ലിമിറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഹീത്രൂ എയർപോർട്ടിന്റെ റെന്റൽ കാർ റിട്ടേൺ എടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ അവർ വണ്ടിയെല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും, വേറെ ഡാമേജുകളോ ഒന്നും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ
അതും കൂടാണ്ട് നമ്മുടെ ഫ്യൂവൽ ലെവൽ അവർ മേക്ക് ഷുവർ ചെയ്യും. നമ്മൾ എത്ര ഗ്യാലൻ വണ്ടി ഫുൾ ടാങ്കിലാണ് തന്നെങ്കിൽ നമ്മൾ തിരിച്ച് ഫുൾ ടാങ്കിൽ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പം അതൊക്കെ അവർ മേക്ക് ഷുവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ കൺഫർമേഷൻ നമ്മുടെ ഇമെയിലിലേക്ക് അയക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു ഷട്ടിൽ ബസ്സിൽ കയറി നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് ടെർമിനലാണോ ആ ടെർമിനലിലേക്ക് അവർ ഇവിടുന്ന് ഷട്ടിൽ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ എയർപോർട്ടിൽ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു, പെട്ടിയെല്ലാം കയറ്റി വിട്ടു. ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മൾ നമ്മുടെ ഗേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ ആക്ച്വലി ലോഞ്ച് ആക്സസ് ഉണ്ട്. 2 ലോഞ്ച് ഉണ്ട്. 2 ലോഞ്ചും 2 സ്ഥലത്താണ്. സോ നമുക്ക് എവിടെയാണ് ഗേറ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് പോകാൻ നോർത്താണ്. ഗോ ടു ഗേറ്റ് C3 ആണ് പറഞ്ഞത്. C63 റൈറ്റ്? യാ. സോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് C എന്ന് പറഞ്ഞ ഗേറ്റാണ്. നമ്മൾ C ഭാഗത്തുള്ള ലോഞ്ചിലേക്ക് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഈ സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന ഒരു ഫീലാണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി ബാക്ക് ടു നോർമൽ ലൈഫ്. നമ്മുടെ ട്രക്കിലേക്ക് കയറാൻ പോവാണ് എത്രയും നേരത്തെ തന്നെ. ആക്ച്വലി ക്ലബ് ആസ്പയർ ലോഞ്ചിൽ നമുക്ക് ആക്സസ് ഉണ്ട്. ബ്രിട്ടീഷ് എയർവേസിൽ നമുക്ക് ആക്സസ് ഉണ്ട്. സോ നമുക്ക് ഏതായാലും ലോഞ്ചിൽ പോയിരിക്കാം. പിന്നെ കൂടുതൽ വല്ലതും കിട്ടുമെന്ന് നോക്കാം. പക്ഷേ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കഴിഞ്ഞ് വില കുറവാട്ടോ എയർപോർട്ടിന് പുറത്ത്. ഞങ്ങൾക്ക് സെലിബ്രേഷൻ്റെ ഒരു പാക്കറ്റ് എത്രയത്? അതിന് എത്രയാണ്? $10? 10 പൗണ്ടാണ്. സോ നമുക്ക് ആക്ച്വലി എയർപോർട്ടിന് പുറത്തുനിന്ന് മേടിക്കുന്ന തന്നെയാണ് കേട്ടോ ലാഭം. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആണെന്ന് പറഞ്ഞെങ്കിലും അത്ര ഡ്യൂട്ടി ഫ്രീ അല്ല. അങ്ങനെ നമ്മളിപ്പോൾ ലോഞ്ചിൽ കയറി. നമുക്ക് പാസ്തയുണ്ട്, ബീഫിൻ്റെ സൂപ്പുണ്ട്, പിന്നെ ചോറുണ്ട്, കറിയുണ്ട്. ഏതായാലും ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഓടിക്കറച്ച് അവസാനം പ്ലെയിൻ്റെ അടുത്ത് വന്നു കേട്ടോ. നമ്മൾ ആസ്പയർ ലോഞ്ചിലാണ് കയറിയത്. ഫുഡ് അത്ര പോരായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡുകൾ പലതും മാറി ട്രൈ ചെയ്ത് ഒന്നും ഗുണമുള്ളില്ലായിരുന്നു ഓണസ്റ്റ്ലി. അപ്പോൾ എന്നാണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ ബോർഡിങ് ആയിരുന്നു കണ്ടു. പിന്നെ ഇറങ്ങി ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഒരു ട്രെയിൻ കയറി ഞങ്ങൾ ഇരുന്ന സ്ഥലത്തിനെ കഴിഞ്ഞും ഒരു 15 മിനിറ്റ് യാത്ര ചെയ്ത് വന്ന് നമ്മുടെ ഗേറ്റിലേക്ക് എത്താനുണ്ടായിരുന്നു. സോ നമ്മൾ ഇറങ്ങി ഓടി. ആക്ച്വലി നമ്മൾ അവസാനം ഇവിടെ എത്തി കേട്ടോ. എനിക്ക് നമ്മുടെ പുറകിൽ ജോലി ചേർന്നോടേ ഉള്ളൂ. ഞങ്ങൾ ആ പുള്ളി നമ്മുടെ ഓടി വന്നാൽ ബാക്കി ഷിക്കാഗോ ചെന്നിട്ട് കാണാം. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ലണ്ടനിൽ നിന്ന് വന്നു. ലാസ്റ്റ് ഇവിടെ ഷിക്കാഗോയിൽ വന്ന് ചാടി. ഇമിഗ്രേഷൻ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. എന്നാണെങ്കിലും തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മളിവിടെ റെൻ്റേ കാർ ബുക്ക് ചെയ്തായിരുന്നു. റെൻ്റേ കാർ ബുക്ക് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു സോൺ 2 വന്നിട്ട് ഇഷ്ടമുള്ള കാർ എടുത്തോളാൻ പറഞ്ഞു. ഈ കിടക്കുന്നതാണ് കേട്ടോ സോൺ 2. ഇതിനകത്ത് ഏതെങ്കിലും കാറ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് കൊള്ളാൻ പറഞ്ഞു. ഗേറ്റിങ്ങിൽ വെച്ചാൽ അവർ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ US കാർ റെൻറ്റിലൊക്കെ ഏകദേശം വളരെ എളുപ്പമാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിചയമുണ്ട്. സോ അങ്ങനെ നമ്മൾ ഈ പെട്ടിയെല്ലാം കയറ്റി വെച്ച് ഇവിടുന്ന് നമ്മൾ നമ്മുടെ വേറെ കസിൻ്റെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഓൾറെഡി ഇവിടെ സമയം 8 മണിയായി. അപ്പം ഈ വീഡിയോയിൽ ഇനി കൂടുതൽ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. സോ അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.